എൻ്റെ വൈഫിൻ്റെ അച്ഛന് ഷുഗർ കൂടിയിട്ട് കാല് പഴുത്ത് ഒരു വിരൽ മുറിച്ചായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള 3 വിരൽ മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു അഡ്മിറ്റ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്ന സമയത്ത് ഡോക്ടർ 1-2 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിരലല്ല കാല് മുറിക്കേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പം കാല് മുറിക്കാനായിട്ട് 2 കാലും മുറിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. വൈഫൊക്കെ അവിടെ പോയി. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ച ഡോക്ടർ പറഞ്ഞ് ചൊവ്വാഴ്ച സർജറി ഉണ്ടെന്ന്. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും സർജറിയുള്ള മെഷീൻ കംപ്ലൈൻ്റായി. അപ്പം അവിടെ നിന്നുകൊണ്ട് വൈഫ് പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പാസ്റ്റർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം മെഷീൻ കംപ്ലൈൻ്റായി. ചൊവ്വാഴ്ചയാണ് സർജറി വെച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി തിരുനെൽവേലി കൊണ്ടുപോകണം. അവർ തമിഴ്നാടാണ്, തിരുനെൽവേലിയോട്ട് കൊണ്ടുപോകണം. അപ്പോൾ തിരുനെൽവേലിയിൽ അവിടെ റിലേറ്റീവ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെന്നൈയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെ വൈഫിൻ്റെ ചേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്നൈയിൽ പോയി അഡ്മിറ്റായിട്ട് അവിടെയും ഒരു ബുധനാഴ്ച ദിവസമാണ് സർജറി വെച്ചിരുന്നത്. അപ്പം ചൊവ്വാഴ്ച ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സർജറി വേണ്ട, കാല് മുറിക്കേണ്ട, രക്തഓട്ടമുണ്ട്, കാലിൽ രക്തഓട്ടം തുടങ്ങി, പിന്നെ പഴുത്തിരുന്ന കാല് കരിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. പറഞ്ഞ ചൊവ്വാഴ്ച സർജറി പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. നാളെ തിരിച്ച് വരുന്നുണ്ട് ട്രെയിനിൽ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞേ. ഇവരുടെ ജീവിതത്തിനകത്ത് നിന്ന തടസ്സം കാല് മുറിക്കണമെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ആ ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു ഹോസ്പിറ്റൽ കേസുകൾ സൗഖ്യമാകിയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ജോയ് ബർ അവിടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് പറഞ്ഞത് ഈ ചൊവ്വാഴ്ച കാല് മുറിക്കുമെന്നാണ് പറഞ്ഞേക്കുന്ന വാസേ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിൽ സൗഖ്യം നടന്നെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഡോക്ടർ 2ാമത് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് കാലിൽ രക്തോട്ടമുണ്ട്, ആ തടസ്സം കാണുന്നില്ല. മുറിക്കണമെന്ന് തീരുമാനിച്ചതിനെ കർത്താവ് ഡിസ്ചാർജ് ചെയ്തു.